ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മുടെ 9th ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ കണ്ടു തീർത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടെ, കഴിഞ്ഞ ഡേ 3 ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതിയിൽ 91 ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു പേഴ്സണൽ എറർ പോലെ വന്നതാണ്. 52 ഞാൻ പിന്നീട് അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് സ്റ്റീലിലൂടെയാണ്. അത് ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൽ സ്റ്റീൽ ഇല്ലാത്തതുകൊണ്ട് അലൂമിനിയം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഞാൻ അത് രണ്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഓക്കെ, അപ്പം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. വർഷം ഓർത്തു വെക്കുക, 1917. ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ ആരുടെ വിഖ്യാതമായ ചിത്രമാണ്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് വളരെ വിഖ്യാതനായ ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ കരിനിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. കരിനിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ കരിനിയമമാണ് റൗലറ്റ് ആക്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിൽ വരുത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത്? 1911. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത്? 1911. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാൾ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി നൽകിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി നൽകിയത് ടാഗോർ ആണ്. മഹാത്മാ എന്ന പദവി നൽകിയത് ടാഗോർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂർ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏത്? 1914. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. 14 മുതൽ 18 വരെയായിരുന്നു അതിന്റെ കാലയളവ്. ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച തീയതി എന്ന്? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച തീയതി 1945 ഓഗസ്റ്റ് 6. അതേ വർഷം അടുത്തൊരു 3 ദിവസം കഴിഞ്ഞ ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വർഷിച്ച ബോംബ് ലിറ്റിൽ ബോയ് ആണ്. ലിറ്റിൽ ബോയ്. ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് ഫാറ്റ്മാൻ ആണ്. ഫാറ്റ്മാൻ. ഹിരോഷിമയിലെ ബോംബ് യുറേനിയം ബോംബായിരുന്നു. നാഗസാക്കിയിലെ ബോംബ് പ്ലൂട്ടോണിയം ബോംബായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അത് മനസ്സിലാക്കി വെക്കണം.
അപ്പം മറന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, August 6 ആദ്യം അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചത്. അപ്പം അന്ന് ഇത് ചെറുതായിരുന്നു, ലിറ്റിൽ ബോയ് ആയിരുന്നു. പിന്നെ എന്തായത്, ഒരു 3 ദിവസം കൊണ്ട് അത് വലുതായി, ഫാറ്റ്മാൻ ആയി, നല്ല തടിയൊക്കെ ഉള്ള വലിയൊരു മനുഷ്യനായി മാറി. ഓക്കെ. അതുപോലെ യുറേനിയം എന്ന് പറയുമ്പോൾ കുട്ടികളായിട്ട് യൂറിൻ അല്ലെ, കുട്ടികളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കുട്ടികളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ കഴിച്ച് നമുക്ക് പണിയൊക്കെ തരും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് യുറേനിയം ബോംബാണെന്ന് ഓർത്ത് വെക്കാം. മറ്റേത് പ്ലൂട്ടോണിയം ബോംബാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂലേ, ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം പ്രചരിപ്പിച്ച പ്രമുഖ ഇന്ത്യൻ നേതാവ് ആര്? മദൻ മോഹൻ മാളവ്യ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം പ്രചരിപ്പിച്ച പ്രമുഖ ഇന്ത്യൻ നേതാവ് ആര്? മദൻ മോഹൻ മാളവ്യ. ഇത് എടുത്തിട്ടുള്ള ഉപനിഷത്ത് എന്ന് പറയുന്നത് മുണ്ടകോപനിഷത്താണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏത്? ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3. രാജ്യസഭയുടെ അധ്യക്ഷൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അങ്ങനെ 2 രീതിയിലും ചോദിക്കാം. അതാരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. അത് നമുക്കറിയാം. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റെക്കായി പോകരുത്. എന്ത് തന്നെ എഴുതണം? ഉപരാഷ്ട്രപതി എന്ന് തന്നെ എഴുതണം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? 1976. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976. തുടക്കത്തിൽ 10 ആയിരുന്നു, പിന്നീട് ഒന്നും കൂടെ അമെൻഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 11 ഇന്ന് നിലവിലുണ്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏത്? രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. അപ്പൊ ഉപരി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? രാജ്യസഭ എന്ന് കണക്കാക്കാം. ഇനി ഉപരി എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയർ ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് രാജ്യസഭ, ലോക്സഭയും രാജ്യസഭയും കമ്പയർ ചെയ്യുമ്പോൾ രാജ്യസഭ തന്നെയാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് നോക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അധോസഭ എന്ന് പറയുന്നത് ലോക്സഭയാണ്. അപ്പൊ നമുക്ക് അധോലോകം അങ്ങനെയും കണക്ട് ചെയ്യാം. അപ്പൊ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എക്സാം ഹാളിൽ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആയി പോവരുത്. അവിടെയാണ് നമ്മളെ എക്സലൻസ് ഒക്കെ കാണിക്കേണ്ട സ്ഥലം. അപ്പൊ അതുവരെ ഓർത്തിട്ട് കാര്യമില്ല, അവിടെ എത്തുമ്പോൾ മറക്കാൻ പാടില്ല. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI സ്ഥാപിതമായ വർഷം 1935. ഗൈഡഡ് മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മളോട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ല, നമ്മൾ എഴുതും APJ അബ്ദുൽ കലാം എന്ന് എഴുതും അല്ലെ. പക്ഷെ ഗൈഡഡ് മിസൈലുകളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓപ്ഷൻസിൽ എന്തായാലും ISR ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ കാണുമ്പോൾ, നമുക്ക് പരിചയമുള്ള ശാസ്ത്രജ്ഞരുടെ പേരൊക്കെ കാണുമ്പോൾ നമ്മളെ കുഴങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ ഇവിടുന്നേ പഠിച്ചു പോവാം. ഗൈഡഡ് മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെയാണ്. ഗൈഡഡ് മിസൈലുകളുടെ പിതാവ് ഡോക്ടർ APJ അബ്ദുൽ കലാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K. അപ്പം വിറ്റാമിൻ കെയില് അതിന്റെ പേരെന്തായിരുന്നു? ഫില്ലോക്കിനോൺ അല്ലെ. വിറ്റാമിൻ കെയുടെ പേരാണ് ഫില്ലോക്കിനോൺ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? UN-ന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. 1945 ഒക്ടോബർ 24 UN നിലവിൽ വന്നത്. 1945 ഒക്ടോബർ 24.
മറ്റൊരാൾക്ക് അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നത് IT ആക്ടിന്റെ ഏത് വകുപ്പിന്റെ ലംഘനമാണ്? സെക്ഷൻ 67A. മറ്റൊരാൾക്ക് അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നത് IT ആക്ടിന്റെ ഏത് വകുപ്പിന്റെ ലംഘനമാണ്? സെക്ഷൻ 67A. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കർണം മല്ലേശ്വരി. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇവരിൽ ആരുമായാണ് വിശ്വഭാരതി സർവകലാശാല ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സംശയിക്കാതെ എഴുതണം, രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. വട്ടമേശ സമ്മേളനങ്ങളിൽ 3ലും പങ്കെടുത്ത പ്രമുഖ ഇന്ത്യൻ നേതാവ് ആര്? ഡോക്ടർ BR അംബേദ്കർ. വട്ടമേശ സമ്മേളനങ്ങളിൽ 3ലും പങ്കെടുത്ത പ്രമുഖ ഇന്ത്യൻ നേതാവ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റ. ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജംഷഡ്ജി ടാറ്റ. പാവപ്പെട്ടവരുടെ പടയണി എന്ന് അറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പാവപ്പെട്ടവരുടെ പടയണി എന്നറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പെരിയാർ നദിയിൽ. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പെരിയാർ നദിയിൽ. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്, ഇടുക്കി ജില്ലയിൽ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയാണ്, കേന്ദ്രമല്ല, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണറാണ് നിയമിക്കുന്നത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 3:2. 3:2 അതിനകത്ത് നീളവും വീതിയും ആണ് 3:2. ഇനി വീതിയും നീളം തന്നാൽ നമ്മളത് ശ്രദ്ധിക്കണം. വീതിയും നീളം തന്നാൽ നേരെ തിരിച്ചെഴുതുക, 2:3 എഴുതുക, 2:3 എഴുതുക. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. തിരിച്ച് ചോദിച്ചാൽ തിരിച്ച് തന്നെ ഉത്തരം എഴുതണം. അപ്പം ചോദ്യം നല്ലപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മൈനസ് മാർക്ക് വരും. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏത്? പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിന്റെ പേര് പെരികാർഡിയം. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് എന്ത് തരും? ഓക്സിജൻ. അല്ലെ, ചെടികൾ ഓക്സിജൻ പുറത്തേക്ക് വിടും, അത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെ. ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചിട്ട് ശ്വസനം നടപ്പിൽ വരുത്തും. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ജലം ശുദ്ധീകരിക്കാൻ ചേർക്കുന്ന വാതകം ഏത്? ക്ലോറിൻ. ജലം ശുദ്ധീകരിക്കാൻ ചേർക്കുന്ന വാതകം ക്ലോറിൻ. നമുക്കറിയാം അല്ലെ, നമ്മൾ വാട്ടർ ക്ലോറിനേറ്റ് ചെയ്യാന്ന് പറയും. ജലം ശുദ്ധീകരിക്കാൻ ചേർക്കുന്നത് ക്ലോറിൻ വാതകമാണ്. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിൻഡ് സർഫ്. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡ് സർഫ്. ഇലക്ട്രോണിക് മെയിൽ അഥവാ ഇമെയിൽ കണ്ടുപിടിച്ചത് ആര്? റേ ടോംലിൻസൺ. ഇലക്ട്രോണിക് മെയിൽ അഥവാ ഇമെയിൽ കണ്ടുപിടിച്ചത് റേ ടോംലിൻസൺ. വേൾഡ് വൈഡ് വെബ് വികസിപ്പിച്ചെടുത്തത് ടീം ബെർണേഴ്സ് ലീ. വേൾഡ് വൈഡ് വെബ് വികസിപ്പിച്ചെടുത്തത് ആര്?
ടീം ബെർണേഴ്സ്-ലീ. അതൊരു ടീമായിട്ട് ചെയ്തതാണെന്ന് ചിന്തിക്കുക. വേൾഡ് വൈഡ് വെബ് അല്ലെ, എല്ലായിടത്തും എത്തിക്കണമല്ലോ, വേൾഡ് മുഴുവൻ. അപ്പം അതൊരു ടീമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്താൽ മതി. PDF എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അത് ഓർത്ത് വെക്കണേ. PDF എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഇമെയിലിലൂടെ വരുന്ന അനാവശ്യമായ സന്ദേശങ്ങളെ വിളിക്കുന്ന പേര് എന്ത്? സ്പാം. ഇമെയിലിലൂടെ വരുന്ന അനാവശ്യമായ സന്ദേശങ്ങളെ വിളിക്കുന്ന പേര് സ്പാം. ഇന്റർനെറ്റിലെ ഒരു വെബ് പേജിന്റെ വിലാസത്തെ സൂചിപ്പിക്കുന്ന പേര് എന്ത്? URL. അപ്പം വിലാസം എന്നുള്ളത് അഡ്രസ് എന്ന് തന്നാലും നമ്മൾ ഓർത്തിട്ട് എഴുതുക URL. ഇന്റർനെറ്റിലെ ഒരു വെബ് പേജിന്റെ വിലാസത്തെ അഡ്രസ്സിനെ സൂചിപ്പിക്കുന്ന പേര് URL. കമ്പ്യൂട്ടർ ശൃംഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആഗോള ശൃംഖലയാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ ശൃംഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആഗോള ശൃംഖലയാണ് ഇന്റർനെറ്റ്. ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ വൈറസ് പ്രവേശിപ്പിക്കുന്നത് IT ആക്ട് പ്രകാരം ഏത് വകുപ്പിലാണ് ഉൾപ്പെടുന്നത്? സെക്ഷൻ 43. ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ വൈറസ് പ്രവേശിപ്പിക്കുന്നത് IT ആക്ട് പ്രകാരം കുറ്റമാണ്. അപ്പൊ അത് ഏത് വകുപ്പിലാണ് ഉൾപ്പെടുന്നത്? സെക്ഷൻ 43. ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി നിലവിൽ വന്ന പ്രധാന നിയമം ഏത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി നിലവിൽ വന്ന പ്രധാന നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ 9th ഡേ മുതൽ നമ്മൾ പുതിയൊരു കാര്യം കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾക്ക് വേണ്ടി 4 ചോദ്യങ്ങൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നുമല്ല പുതിയ ചോദ്യങ്ങളാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തരാം. ഇത് നമ്മൾ മുൻപ് പഠിച്ച ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒരു സ്ലൈഡിൽ ആഡ് ചെയ്തതാണ്. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പം മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാലോ, എത്രത്തോളം പഠിച്ചു എന്നൊക്കെ നോക്കാം. ഓക്കെ, ഈ 4 ചോദ്യങ്ങൾ വായിച്ചു തരാം. 1. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ ആരുടെ പ്രധാന കൃതികളാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഓക്കെ, നമ്പർ 3. ലോക വ്യാപാര സംഘടന WTO പ്രവർത്തനം ആരംഭിച്ചത് എന്ന്? ഏത് വർഷമാണെന്ന് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 4. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഓർത്തെടുത്ത് നല്ലപോലെ വൃത്തിയായിട്ട് നമ്പർ ഇട്ടിട്ട് കമന്റ് ബോക്സിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പം തന്നിട്ടുള്ള 4 ചോദ്യത്തിന്റെ ഉത്തരങ്ങളും കമന്റ് ബോക്സിൽ എഴുതിയിടുക. എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യാം, ഒരു സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു സമയത്ത് ഉഴപ്പരുത്, നല്ലപോലെ പോട്ടെ, ഇങ്ങനെ തന്നെ ഭംഗിയായിട്ട് പോട്ടെ. എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വരേക്കും ബൈ ഫ്രണ്ട്സ്.